ആർ ശ്രീലേഖയ്ക്ക് ഇത് എന്തിന്റെ കേടാണ്? ആർ ശ്രീലേഖയെ കേരളീയർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 1987 അവർക്ക് IPS ലഭിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ആർ ശ്രീലേഖ. 2020 ഡിസംബർ 31 അവർ വിരമിക്കുന്നത്. 2017 അവർ കേരളത്തിലെ DGP ആയി ചുമതലയേറ്റു. അതിനിടയിൽ അവർ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്, CBI-യിൽ അടക്കം. ഇപ്പോൾ ആർ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദം അവർ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനവുമായി വിളിച്ച മുദ്രാവാക്യമാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്റ്റേഷൻ പരിധിയിലുള്ള നെട്ടയത്ത് CPIM BJP സംഘർഷമുണ്ടായി. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. പോടാ പുല്ലെ പോലീസെ, കാക്കിക്കുള്ളിലെ ഗുണ്ടകളെ എന്നാണ് അവർ പഴയ സഹപ്രവർത്തകർക്ക് നേരെ നോക്കിക്കൊണ്ട് വിളിച്ച ഒരു മുദ്രാവാക്യം. ഇവിടെ നിയമപരമായും ധാർമ്മികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ 33 വർഷത്തിനിടയിൽ നിങ്ങൾ സർവീസ് നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാക്കിക്കുള്ളിലെ ഗുണ്ടകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തത്? അങ്ങനെ കണ്ടെത്തി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ കഴിയാത്തത്? അല്ലെങ്കിൽ സർവീസ് തലത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാതെ പോയത്? അത് നിങ്ങളുടെ ജോലിയിലെ വീഴ്ചയല്ലേ? നിങ്ങൾക്ക് അത്തരം ഒരു വീഴ്ച സംഭവിച്ചു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയേണ്ടതുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഇതാണ് അവിടെ നിയമപരമായും ധാർമ്മികമായും ഉയരുന്ന ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഇനി മറ്റൊരു BJP നേതാവാണ് IPS ഉദ്യോഗസ്ഥനായ സെൻകുമാർ. ഇയാൾ സർവീസ് കാലത്ത് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. MG കോളേജിലെ ഒരു ലാത്തി ചാർജുമായി ബന്ധപ്പെട്ട് സിനിമാ സ്റ്റൈലിൽ ഒരു കീഴ് ഉദ്യോഗസ്ഥനെ കുത്തിനു പിടിച്ച് ഇയാൾ പറയുന്ന വാക്കുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞിട്ട് ഇവനെ അടിച്ചെങ്കിൽ now you will be under suspension. Okay, കൊണ്ടുപോ. I don't want any officer, any policeman. നിന്റെ നമ്പർ എടുക്കും. 2028 ബൈജു അടിക്കരുത് ഞാൻ പറഞ്ഞു കേട്ടില്ല. പിന്നെന്താണ് നിങ്ങൾക്ക്? ഇനിയുമുണ്ട് BJP-യിലെ ഒരു IAS ഉദ്യോഗസ്ഥൻ. ഏറെ നാളായി ഇയാൾ തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. പേര് അൽഫോൺസ് കണ്ണന്താനം. സഹമന്ത്രിയായിരുന്നു. അന്ന് സഹമന്ത്രിയായിരുന്നപ്പോൾ ഇയാളുടെ ഭാര്യ ഷീല ഉയർത്തിവിട്ട കോമാളിത്തരം നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകും. എന്റെ അമ്മേ, സ്വന്തം ഭാഷയാണ്ട് പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞു മടുത്ത് ഇതൊന്നും വരുന്നില്ലല്ലോ അതല്ലേ. സോ പ്രൈം മിനിസ്റ്റർക്ക് വളരെ ഒരു താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും കയ്യിൽ പിടിക്കുക, കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നുവെച്ചാൽ ശ്രീ രവിശങ്കറിന്റെ ഒരു പ്രസംഗത്തിന് പോയതാ പുള്ളി. ബാംഗ്ലൂർ വഴിയായിരുന്നു ഫ്ലൈറ്റ്. അപ്പൊ ബാംഗ്ലൂർ എന്നിട്ട് ഫോൺ നോക്കിയപ്പോഴാണ് 10 മിസ് കോള്. അപ്പൊ പിന്നെ OSD വിളിച്ചു, യു കം ബാക്ക്, PM എന്തോ ഡിസ്കസ് ചെയ്യണമെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു നാളെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇല്ലില്ല, യു ഹാവ് ടു കം ബാക്ക്, ഇന്ന് തന്നെ വരണം, ഇപ്പൊ തന്നെ ഫ്ലൈറ്റ് എടുത്ത് വരാം. പിന്നെ പുള്ളി പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ IAS ഇന്റർനാഷണൽ സെന്റർ വന്നു. അവിടെ ഇരുന്നപ്പോഴാണ് പിന്നെയും കോള് വന്നു. പിന്നെ 7 മണിയായപ്പോൾ പ്രൈം മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു അൽഫോൺസിനെ മിനിസ്റ്റർ എടുക്കുവാണ്, നാളെ 9 മണിക്ക് വീട്ടിൽ വരാം. ഇത്തരത്തിൽ ആർക്കും വേണ്ടാത്ത കുറെ ടീമുകളാണ് ഇപ്പോൾ BJP-യിലെ മുൻനിരയിൽ നിന്ന് കളിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായതോടുകൂടി ഇവറ്റകളുടെ എണ്ണം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കോമാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ കൊണ്ടുവന്ന മറ്റൊരു എടുക്കാച്ചരക്കാണ് 2020-യുടെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള സാബു M. ജേക്കബ്. സാബു M. ജേക്കബിന്റെ 2020 പാർട്ടിക്ക് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ കൊടുത്തിട്ടുള്ളത് 19 സീറ്റാണ്. ആ 19 സീറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. മുഴുവൻ ഈ പറയുന്ന ടിക്ടോക്ക് താരങ്ങളടക്കമുള്ളവരാണ്. ആ 19 മണ്ഡലങ്ങളിൽ എത്രയോ സമർത്ഥരായിട്ടുള്ള അർഹരായിട്ടുള്ള BJP നേതാക്കളുണ്ട്.
അവരെയൊക്കെ വെട്ടി നിർത്തിക്കൊണ്ടാണ് ഈ സാബു എം ജേക്കബിന്റെ നാട്ടുകാർ കേട്ടിട്ടില്ലാത്ത ഈ 2020 പാർട്ടിയിലെ ഈ ടിക്ടോക്ക് താരങ്ങളെ കൊണ്ട് മത്സരിപ്പിച്ചത്. ഇത്തരത്തിലുള്ള അധപ്പതനമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കാലത്ത് കേരളത്തിലെ BJPയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. രാജീവ് ചന്ദ്രശേഖരൻ ആശ്രയിക്കുന്നത് അനൂപ് ആന്റണി, സുരേഷ് തുടങ്ങിയിട്ടുള്ള നേതാക്കളെയാണ്. BJPയിലെ പ്രവർത്തിച്ചു പാരമ്പര്യമുള്ള നിരവധി നേതാക്കളെ ഒതുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കോമാളികൾ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മുന്നിൽ കിടന്ന് കളിക്കുന്നത്. ഞങ്ങളാണ് ഇതിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടയർഡ് ആയിട്ടുള്ള IPS IAS ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയവുമായി യാതൊരു പരിചയവുമില്ലാത്ത, ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരത്തിലുള്ള ഒരു കോമാളി വേഷം കെട്ടിക്കൊണ്ട് ഇവരൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ കിടന്ന് ഈ കോപ്രായം കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ BJPയിൽ എത്രയോ മുതിർന്ന പക്വതയുള്ള നേതാക്കളുണ്ട്. ഒരു ഉദാഹരണം പറയാം. കുമ്മനം രാജശേഖരൻ, അദ്ദേഹം എത്ര പക്വതയോടുകൂടിയാണ് സമൂഹത്തിൽ പെരുമാറുന്നത്, എത്ര മാന്യമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? CK പത്മനാഭൻ മറ്റൊരു ഉദാഹരണമാണ്. എത്ര മാന്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഷ, എത്ര മര്യാദയ്ക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. യുവനിരയിലേക്ക് വന്നാൽ MT രമേശ്, അദ്ദേഹവും ഇത്തരത്തിൽ കുമ്മനം രാജശേഖരനെ പോലെ അല്ലെങ്കിൽ പത്മനാഭനെ പോലെ വളരെ പക്വമായി സംസാരിക്കുന്ന ഒരു നേതാവാണ്. പക്വമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു നേതാവാണ്. എപ്പോഴെങ്കിലും ഇത്തരം നേതാക്കൾ ഇത്തരത്തിലുള്ള കോമാളിത്തരം കാണിക്കുന്നതായി കേരളീയ ജനത കണ്ടിട്ടുണ്ടോ? നോക്കൂ, ഇത്തവണ MD രമേശിന് ഒരു സീറ്റ് പോലും നൽകാതെയാണ് BJP നേതൃത്വം ഒതുക്കിയത്. എന്ത് കഷ്ടമാണിതെല്ലാം. ഇവരെയൊക്കെ വെട്ടിനിരത്തിയിട്ട് ഇത്തരത്തിലുള്ള കുറെ കോമാളികളാണ് BJPയുടെ വേഷം കെട്ടി ജനങ്ങളുടെ മുന്നിൽ വന്ന് ഈ കോമാളിത്തരം കാണിക്കുന്നത്. ഇവരെ എങ്ങനെ ജനം അംഗീകരിക്കും? ജനങ്ങളുടെ കാര്യം പൊക്കോട്ടെ, സാധാരണ BJP പ്രവർത്തകർ ആത്മാർത്ഥമായി BJPയിൽ പ്രവർത്തിച്ച് ഊണും ഉറക്കവും കളഞ്ഞ് പോലീസുകാരുടെ തല്ലും മേടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്ന BJPയുടെ ആത്മാർത്ഥമായ പ്രവർത്തകർക്ക് ഈ കോമാളികളെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.